എന്നോട് ചോദിക്കുന്നത് ആര് ചോദിച്ചാൽ ഉത്തരം തരുന്ന പറഞ്ഞത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي. എൻ്റെ ഇബാദ്, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നബിയെ നിങ്ങളോട് ചോദിച്ചാൽ, നമ്മളത് ആയത്തിങ്ങനെ ഓതിപ്പോകും. ശരിക്കും അവിടെ ഭയങ്കര ഒരു ആശയം കിടക്കുന്നില്ലേ? എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ട്. എന്താ ഈ അടിമ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ സ്ലേവറി? യു ഹാവ് ടു ബി സ്ലേവ് ഓർ ആക്ട് ലൈക്ക് സ്ലേവ് ഇൻ ഫ്രണ്ട് ഓഫ് അല്ലാഹ്. നമ്മൾ സ്ലൈവായിട്ട് ബിഹേവ് ചെയ്താൽ അള്ളാഹു ഖാലിഖായിട്ട് ബിഹേവ് ചെയ്യും. നമ്മൾ പറഞ്ഞ് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. നമ്മളമ്മാര് ചോദ്യമല്ലേ ചോദിക്കുന്നുള്ളൂ. ഒരടിമ ചോദിക്കുന്ന ചോദ്യം, ഒരടിമ നിസ്കരിക്കണ പോലെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല, സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് നല്ല മുന്തിയ കാർപ്പറ്റും നല്ല എയർ കണ്ടീഷൻ ചെയ്ത റൂമിലൊക്കെ ചെന്ന് ഞാനിപ്പോൾ സുജൂദാണ് ചെയ്യണത് വരെ അറിയണ്ടാവില്ല. നമ്മൾ ആ ആക്ഷൻ ചെയ്തു പോരുന്നു. ഇത് ഞാൻ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന എൻ്റെ മുഖം അള്ളാഹുവിന് വേണ്ടി ഞാൻ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഞാൻ മണ്ണോളം താഴെയാണ്. സുബ്ഹാന റബ്ബി അൽ അഅ്ലാ, എൻ്റെ റബ്ബ് ഏറ്റവും മേലെയാണ്. അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ കാർപ്പറ്റിലൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ? എന്നുവെച്ചാൽ കാർപ്പറ്റ് സുജൂദ് ചെയ്യേണ്ടെന്നല്ല പറയണത്. പക്ഷെ ആ ഫീല് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അബ്ദാവുന്നുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ സയ്യിദാണ്, അള്ളാഹു ഉടമസ്ഥനാണ്, യജമാനനാണ്. നമ്മൾ പുണ്യനബിയുടെ ഉമ്മച്ചികളാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം.